സ്റ്റുഡിയോസ് ഒരു വലിയ ചുവടുവയ്പ് നടത്തുകയാണ്. ഡോൾബി അറ്റ്മോസിലേക്ക് മാറുകയാണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഉള്ള എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ മുമ്പായിട്ട് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ പ്രൊഡ്യൂസർ ലിസ്റ്റൻ സ്റ്റീഫനാണ്. ലിസ്റ്റൻ എന്ന് മുതൽ ഈ സ്റ്റുഡിയോ ഏറ്റെടുക്കുന്നു അന്ന് മുതൽ ഞങ്ങൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഇത് എന്നാണ് ഒരു ഡോൾബി അറ്റ്മോസ് ആയിട്ട് ഇത് മാറുക എന്നുള്ളത്. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഒരു അറ്റ്മോസ് തിയേറ്റർ ഓൺ ചെയ്യുമ്പോൾ അതിന്റെ ഡിഫറൻസ് അവരുടെ സിനിമകളിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. സോ ഐ എം പ്രൗഡ് ബീങ് പാർട്ട് ഓഫ് മാജിക് ഫ്രെയിംസ്. സിനിമയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ സിനിമ ഡോൾബി അറ്റ്മോസിൽ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് ഇന്നാണ് ചിങ്ങം 1 മലയാളികൾ ഏറ്റവും നല്ല ദിവസമായി കാണുന്ന ഇന്നാണത് സാധിച്ചത്. കൊച്ചിയിലെ ഏറ്റവും നല്ല ഒരു സ്റ്റുഡിയോ ആയി മാറി. എല്ലാ സെക്ഷനും ഉണ്ട് ഇവിടെ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പഴയ നാളുകൾ അനുസ്മരിക്കാനായി ഓണക്കാലം ഇതാ വന്നെത്തി. അതിന്റെ ചിങ്ങം 1-ാം തീയതി ഒരു ഐശ്വര്യമുള്ള ദിവസമായിട്ട് നമ്മളെല്ലാവരും കേരളക്കര എല്ലാവരും കാണുന്നു. ആ ഒരു ദിവസത്തിൽ മാജിക് ഫ്രെയിംസിന്റെ ഒരു സന്തോഷമുള്ള ഒരു കാര്യം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നുള്ളത് കൊണ്ടിട്ടാണ് ഈ സൗത്ത് സ്റ്റുഡിയോയിൽ അറ്റ്മോസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും വിളിക്കണമെന്ന് തോന്നിയത്. കാരണം എല്ലാത്തിലും ഒരു അപ്ഡേഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷർട്ട് കുറേ നാളായിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറിയിട്ട് നമ്മൾ പുതിയത് വാങ്ങും എന്ന് പറഞ്ഞ പോലെ ഇത്രയും നാളും സ്റ്റുഡിയോകളിൽ 5.1 7.1 ഒക്കെ ആയിരുന്നില്ല. ഇപ്പോൾ എല്ലാ തിയേറ്ററുകളും നല്ല ഫെസിലിറ്റിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പം അറ്റ്മോസ് ചെയ്തു കഴിഞ്ഞാൽ അറ്റ്മോസ് നമ്മൾ സ്റ്റുഡിയോ ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യമില്ല. അത് ആ ഒരു തിയേറ്റർ ഫെസിലിറ്റിയും കൂടെ എല്ലായിടത്തും അറ്റ്മോസ് കണ്ടന്റ് കളിക്കാനുള്ള തിയേറ്ററും കൂടെ ഉണ്ടാവണം. ഇപ്പോഴാണ് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളും തന്നെ അറ്റ്മോസ് സൗകര്യത്തോടു കൂടിയാണ് എല്ലാവരും തിയേറ്ററുകളെ പണിയുന്നത്. അപ്പം നമ്മൾ സാധാരണ ഗതിയിൽ സ്റ്റുഡിയോയിൽ എല്ലാം അറ്റ്മോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും തിയേറ്റർ അറ്റ്മോസ് അല്ലായിരിക്കും. 5.1 7.1 ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ സാഹചര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് എന്ത് ചെയ്ത് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇനി തിയേറ്ററിൽ ഒന്നും അറ്റ്മോസ് വെക്കത്തില്ല, ഞാൻ വേറെ പരിപാടിക്കൊക്കെ ഇവൻ പോവും എന്നൊക്കെ പറഞ്ഞ അവസാനമാണ് എനിക്ക് അറ്റ്മോസ് കിട്ടിയത്. അതുകൊണ്ടിട്ടാണ് രാജേഷൻ പറഞ്ഞത് ഈ അറ്റ്മോസിന്റെ ഈ സൗകര്യം വരുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്ന് രാജേഷൻ പറഞ്ഞത് അതുകൊണ്ടിട്ട് തന്നെയാണ്. വളരെയധികം സന്തോഷം. ഇന്ന് ഈ നല്ല ദിനത്തിൽ രാജാകൃഷ്ണന്റെ പ്രസൻസിൽ ഇത് ചെയ്യണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. കാരണം നിങ്ങൾക്കറിയാം 2 പ്രാവശ്യം നാഷണൽ അവാർഡ് വാങ്ങിച്ച വ്യക്തിയാണ് നമ്മുടെ ഇടയിലുള്ള രാജാകൃഷ്ണൻ. ഈ സ്റ്റുഡിയോ പോലെയുള്ള വർക്കുകളിൽ എപ്പോഴും ബിഹൈൻഡ് ദ ക്യാമറയാണ് ഇവരെല്ലാം നിൽക്കാറുള്ളത്. കാരണം ബാക്കിയുള്ളവരൊക്കെ മാത്രമാണ് കൂടുതൽ പ്രാധാന്യം കിട്ടിയിട്ട് നമ്മൾ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഡയറക്ടറോ അല്ലെങ്കിൽ പ്രമുഖ ക്യാമറാമാന്മാരെയൊക്കെയാണ് നമുക്കറിയാവുന്നത്. തീർത്തിട്ട് അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് ഇതാണ് സിനിമ, എവിടെയൊക്കെ എന്തെല്ലാം സൗണ്ടുകൾ വരണം, എവിടെ കട്ട് ചെയ്യണം, എവിടെ ആഡ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു വ്യക്തിയായിട്ട് രാജാകൃഷ്ണൻ പോലെയുള്ള, വിക്കി പോലെയുള്ള, അജിത്തേട്ടൻ പോലെയുള്ള മറ്റ് ടെക്നീഷ്യനിലേക്കൊക്കെ എത്തുമ്പോൾ അവരുടെ കൈകളിലൂടെയാണ് ഈ സിനിമ വരുന്നത്. കാരണം ഞാൻ എപ്പോഴും ഒരു സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ അതിന്റെ കഥാകൃത്ത് അല്ലെങ്കിൽ അതിന്റെ ഡയറക്ടറോടൊക്കെ സംസാരിക്കുമെങ്കിലും ഏറ്റവും അവസാനം ഞാൻ വിളിച്ചു വയ്ക്കുന്ന രാജേഷ് പടം ഇങ്ങനെയുണ്ട്, ഒന്ന് പറ എന്ന് പറഞ്ഞ്. കാരണം ഇവരാണ് ഈ സിനിമ ഏറ്റവും അവസാനമായിട്ട് ഇവൻ കാണുന്നത്. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ നിറഞ്ഞ ഇരുട്ടിന്റെ മൂവ്, തമോഗോളങ്ങളുടെ എമ്പുകൾ.